ഉത്തര കൊറിയ ബാലിസ്റ്റിക് മിസൈലുകളുടെ പരീക്ഷണം നടത്തിയതായി റിപ്പോർട്ട്. ദക്ഷിണ കൊറിയൻ സൈന്യമാണ് ഉത്തര കൊറിയയുടെ മിസൈൽ പരീക്ഷണങ്ങളുടെ വിവരങ്ങൾ പുറത്തുവിട്ടത്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള ലോക നേതാക്കൾ ദക്ഷിണ കൊറിയയിലെത്തുവാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെയാണ് ഉത്തര കൊറിയയുടെ മിസൈൽ പരീക്ഷണം. 5 മാസത്തിനിടെ ഇതാദ്യമായാണ് ഉത്തര കൊറിയ ബാലിസ്റ്റിക് മിസൈലുകളുടെ പരീക്ഷണം നടത്തുന്നതെന്ന് ദക്ഷിണ കൊറിയൻ സൈന്യം പറഞ്ഞു. പ്യോങ്യാങ്ങിന് തെക്ക് നിന്നുള്ള പ്രദേശത്തു നിന്നാണ് ഉത്തര കൊറിയ ഒന്നിലധികം ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതെന്നാണ് ദക്ഷിണ കൊറിയൻ സൈന്യം പറയുന്നത്. ഇത് വടക്കു കിഴക്കൻ മേഖലയിലേക്ക് 350 കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ചതായും സൈന്യം അറിയിച്ചു. മിസൈലുകൾ കടലിൽ പതിച്ചിട്ടില്ലെന്നാണ് ദക്ഷിണ കൊറിയൻ സൈന്യം പറയുന്നത്. എന്നാൽ മിസൈൽ പരീക്ഷണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ ദക്ഷിണ കൊറിയൻ സൈന്യത്തിന്റെ ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് തയ്യാറായില്ലെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം യുഎസുമായുള്ള സൈനിക സഖ്യത്തിന്റെ കരുത്തിൽ ഉത്തര കൊറിയയുടെ ഏത് രീതിയിലുമുള്ള പ്രകോപനവും നേരിടാൻ തങ്ങൾ സജ്ജമാണെന്നും ദക്ഷിണ കൊറിയൻ സൈന്യം വ്യക്തമാക്കി. അതേസമയം മിസൈൽ പരീക്ഷണത്തെക്കുറിച്ച് ഉത്തര കൊറിയ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്നാൽ മേഖലയിലെ പുതിയ സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ട് യുഎസുമായും ദക്ഷിണ കൊറിയയുമായും ആശയവിനിമയം നടത്തുന്നുണ്ടെന്ന് ജപ്പാനിലെ പുതിയ പ്രധാനമന്ത്രി സനെ തക്കേച്ചി അറിയിച്ചു. നേരത്തെ മെയ് 8-നും ഉത്തര കൊറിയ ഹ്രസ്വദൂര മിസൈലുകൾ പരീക്ഷിച്ചിരുന്നു. അടുത്തിടെ നടത്തിയ സൈനിക പരേഡിൽ ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉൻ പുതിയ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലും പ്രദർശിപ്പിച്ചിരുന്നു. രാജ്യത്തിന്റെ ഏറ്റവും ശക്തമായ ആണവായുധ സംവിധാനമെന്നാണ് ഉത്തര കൊറിയയുടെ ഔദ്യോഗിക മാധ്യമം ഇതിനെ വിശേഷിപ്പിച്ചിരുന്നത്.